ഹലോ കൂട്ടുകാരെ, അപ്പോഴേ പലരും ചോദിച്ചു നമ്മുടെ കോഴി ഫാം നിർത്തിയോ, എന്തായി, ലാസ്റ്റത്തെ അപ്ഡേഷനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പോഴത്തെ ഞങ്ങളുടെ കോഴി ഫാമിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഈ കാണുന്നതാണ് ഇപ്പം നമ്മുടെ കോഴിക്കൂടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബാക്കി കോഴികളെല്ലാം നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് കോഴികളൊന്നുമില്ല. ഇത് നമ്മളിപ്പം ഇൻക്യുബേറ്ററിൽ വിരിയിച്ചിറക്കിയ കോഴിക്കുഞ്ഞുങ്ങളാട്ടോ. ഒരു 10 എണ്ണത്തോളം ഉണ്ട്. ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തു തീർത്തു. ഇനി ഒരു 10 എണ്ണമുള്ളൂ. ഇത് അമ്മ പറഞ്ഞ് അമ്മയ്ക്ക് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി നിർത്തിയിരിക്കുന്ന കോഴികൾ. ഇതും ഏകദേശം ഒരു 10 എണ്ണത്തോളം കാണത്തുള്ളൂ. കണ്ടിട്ട് 10 എണ്ണത്തോളം ഏകദേശം കാണത്തുള്ളൂ. പിന്നെ നമ്മൾ മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ നിർത്തിയിരിക്കുന്ന പെടക്കോഴികളാണിത്. ഇത് നമ്മുടെ പ്യുവർ നാടൻ കോഴികളാണ്. ഇവരുടെ കുട്ടികളെയാണ് വേണ്ട നമ്മൾ മുകളിൽ ഇട്ടേക്കുന്നത്. കണ്ടല്ലോ, ബാക്കി കോഴികളെല്ലാം നമ്മൾ കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് പൂവന്മാരുണ്ട് കേട്ടോ, കാണിച്ചിട്ടാണ് നിൽക്കുന്നത് കുറച്ച് പൂവന്മാർ. ഇവിടെ ഇന്ന് ഭയങ്കര മഴയായിരുന്നു. അപ്പം മഴ പെയ്തപ്പോൾ നല്ല രീതിയിൽ തുള്ളിയായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇത്രയും പൂവന്മാരും കൂടെ ഉണ്ട്. പൂവന്മാരും ഏകദേശം ഒരു 10 എണ്ണത്തോളം വരുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോഴി ഫാം നിർത്തിയതിന് ശേഷം നമുക്കുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അയ്യോ, ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തുളിയാവും. നമ്മുടെ വയലല്ലേ, അപ്പം ഭയങ്കരമായിട്ട് തുളിയായിട്ട് ഞാൻ മഴവെള്ളം വീഴാതിരിക്കാൻ വേണ്ടി മേളിൽ ഷീറ്റൊക്കെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. അവിടെയും ഷീറ്റ് കെട്ടിയിട്ടുണ്ട് കണ്ടോ. പക്ഷേ എങ്കിലും ഈ ഇവിടം വരെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ വീഴുന്ന വെള്ളമൊക്കെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീണിട്ട് ഇവിടെ ഇത്തിരി സീനാവാറുണ്ട്. നമ്മുടെ ഷെഡിൻ്റെ നമ്മുടെ റൂമിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. അപ്പം നമ്മുടെ കോഴി ഫാമിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. കണ്ടല്ലോ, എല്ലാം തീർന്നു. ഇനി നമുക്ക് വേണ്ടി നിർത്തിയിരുന്ന കുറച്ച് കോഴികൾ മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പണ്ടോട്ടേ വളർത്തുന്നതൊക്കെ കേട്ടോ. പണ്ടോട്ടേ നമുക്കുണ്ടായിരുന്നേ, അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കോഴികളും നമ്മൾ കൊടുത്തു തീർത്ത്. ഒരുപാട് സ്വപ്നം കൊണ്ട് തുടങ്ങിയതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും അങ്ങനെ പോയിട്ടിനി. ഇപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ കാരണം ഇനി ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ടെന്ന് വിചാരിച്ച് മെയിനായിട്ട് ഞാൻ അതാണ് എന്നെ ഉദ്ദേശിച്ചത്. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ ചാനലിൽ ഒന്ന് ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അപ്പോൾ കോഴി ഫാം മൊത്തത്തിൽ പൂട്ടി നമുക്ക് ആവശ്യത്തിനുള്ള വീട്ടിലേക്ക് കുറച്ച് മുട്ട കിട്ടാനും പിന്നെ ഒരു 10 മുട്ട പുറത്ത് കൊടുക്കുകയും എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക, ഒരു ചെറിയ പോക്കറ്റ് മണി പോലെ എന്തെങ്കിലും ആക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ.